മെയിൻ പ്രശ്നമായിട്ട് കാണുന്നത് പിള്ളേർക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള പ്രയാസമാണ്. പിന്നെ പെട്ടെന്ന് ബോറടിക്കും. കാരണം ഇപ്പൊ ഷോർട്സ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. സംഗതി പെട്ടെന്ന് നമ്മള് മറുപടി ഇടണം. പിന്നെ അത് കഴിഞ്ഞ് ക്ഷമ കുറവ്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ സാധനം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടണം. അത് ക്ഷമിച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ഷമക്കുറവും പിള്ളേരിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇമോഷൻസ് എങ്ങനെ ഗേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇമോഷൻസ് കാരണം ഈ മൊബൈലില് ഫുൾ ടൈം അതിൽ ആ ഷോർട്സും ഇതെല്ലാം അത് എവിടെന്നോ നമ്മുടെ തലയിലേക്ക് വരുന്നു. പക്ഷെ നമ്മൾ നേരെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പലർക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇപ്പം അത് ഓഫീസിലായാലും അല്ലെങ്കിൽ മുതിർന്നവരോടായാലും ആ റെസ്പെക്റ്റ് കാണിക്കുന്നതോ എങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളതെല്ലാം ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് പിള്ളേർക്ക്. ഓക്കെ, ഞാൻ വരാം. ഇയാളുടെ മൊബൈൽ ഉപയോഗം എങ്ങനെയാടൂ? സർ, എനിക്ക് ആദ്യം മൊബൈല് കിട്ടണത് ഞാൻ എന്താ പറയാ അമ്മ വാങ്ങിച്ചു തരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ എനിക്കൊരു 23 വയസ്സൊക്കെ ആയപ്പോഴാണ്. കാരണം ഞാനൊരു ക്യുസിലൊക്കെ പോകുമ്പോ വല്ലവരുടെ മൊബൈലിന് വിളിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അമ്മ മേടിച്ചെന്നാ. അപ്പൊ അങ്ങനെ മൊബൈൽ ഇപ്പൊ ഞാൻ MA ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ എഴുത്തുകാരനാ, റൈറ്റിംഗ് ലോകത്തെ എല്ലാ പത്രത്തിലും എഴുതണതാ. അങ്ങനെ കഥ, കവിത, ലേഖനമൊക്കെ എഴുത്തുണ്ട്. അങ്ങനെ പോവാണ്. അപ്പൊ മൊബൈൽ ഫോൺ ഞാൻ എന്താന്ന് വെച്ചാ അങ്ങനെ പിന്നെ അതിന്റെ ഒരു സൈഡ് എഫക്ട് എങ്ങനെയാണ് അതിന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കുറെ എന്താ പറയാ ഫാൻസ് ഉണ്ടായി ഇങ്ങനെ എഴുത്തിലൂടെ. അപ്പൊ അത് കുറെ ആൾക്കാർ യൂട്യൂബ് പല മാർഗത്തിലൂടെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ആ ഫാൻസ് എന്താ പറയാ മൊബൈൽ ഫോണിലൂടെ ചാറ്റിംഗ് ആയി പെട്ടെന്ന്. അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് അതിലായിട്ട് ഒരു അഡിക്ഷൻ ഒക്കെ ആയി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്താ പറയാ നമ്മളെ പെടുത്താനും ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഉണ്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ആലോചിച്ചപ്പോ എന്താണ് ഈ ഒരുപാട് രാത്രിയിലൊക്കെ ഇരുന്ന് ഈ മൊബൈലിലൂടെ ചാറ്റ് ചെയ്യുകയും ചെയ്യൂ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 12:30 1 AM വരെയൊക്കെ ചാറ്റിംഗ് മാത്രമല്ല. പിന്നെ ഞാൻ ചില കൺട്രീസിലെ പത്രങ്ങളുണ്ടല്ലോ, അത് PDF ആയിട്ട് എനിക്ക് കിട്ടുക. PDF ആയിട്ട് അവര് ആ കൺട്രി, ഇപ്പൊ ഞാൻ പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലെ സൈഡിലുള്ള കൺട്രീസ്, പിന്നെ സൈറ ലിയോണ, അവിടത്തെ പത്രങ്ങൾ ഡെയിലി ഞാൻ എഴുതണതാ. അപ്പൊ PDF ആയിട്ട് കിട്ടുമ്പോ പത്രങ്ങള് PDF ആയിട്ട് കിട്ടുമ്പോ അത് കാത്തിരിക്കുകയാണ് ഞാൻ ഇവിടെ. അപ്പൊ അവിടെ വേറെ ടൈമാ. അങ്ങനെ ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് അഡിക്റ്റ് ആവാൻ ഈ AI അല്ല, അങ്ങനെ നമുക്ക് ഒരു കാര്യത്തിനെ മാത്രം ആയിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ആ കുട്ടി പറഞ്ഞതുപോലെ നമ്മൾ കുറെ ആൾക്കാർ ഷോർട്സിലേക്കും ഇൻസ്റ്റാഗ്രാം റീൽസിലേക്കും മാറിപ്പോകുന്നു. ഇപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ ഓരോ സെക്കൻഡ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. പക്ഷെ അതേസമയം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ AI കിട്ടുമ്പോൾ അത് നമുക്ക് വായിക്കാൻ കുറേ ഉണ്ട്. അപ്പം നമ്മൾ മൊബൈൽ മൊത്തത്തോടെ നിർത്തണം എന്ന് പറയുന്നേക്കാൾ നല്ലത് ചില ആപ്പുകളുടെ ഉപയോഗം വീട്ടുകാരും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്രയും പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് അവരുടെ ഉപയോഗം അതിൽ നിന്ന് കുറയ്ക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബും എക്സും ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ChatGPT അല്ലെങ്കിൽ ഓരോരോ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്ന സൈറ്റുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ അതെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു കുട്ടീനെ അടച്ചിടുക എന്നുള്ളതല്ല, അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു സർട്ടൻ ഏജ്, ഇപ്പൊ 10 തൊട്ട് 12 അതെ ഇപ്പം നമ്മൾ 10 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇത് ഏറ്റവും കുറച്ച് ഉപയോഗിക്കാനും മീൻസ് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് മാറ്റി വെക്കാനല്ല, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഒരു 16 വയസ്സ് വരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുട്ടികളുടെ ഉപയോഗം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അതിൽ നിന്ന് വീട്ടുകാർ തന്നെ അതുമേ ഒരു പാരന്റൽ കൺട്രോൾ പോലെ വെച്ചിട്ട് ഒരു 16 വയസ്സ് വരെ കൊടുക്കുക. അതുവരെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നിടത്തോളം പറഞ്ഞു മനസ്സിലാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.